ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരും നോക്കാനും കാണാനും ഇല്ലാത്ത അവസ്ഥയിൽ മാധവേട്ടന് തെരുവിൽ നിന്ന് കിട്ടിയതാ ഇവനെ. അവകാശികളാരും വരാനില്ലെന്നായപ്പോ ഞങ്ങൾ ഇവനെ സ്വന്തം മോനായിട്ട് തന്നെ വളർത്തി. എന്റെ മൃത്യുദോഷം മാറുന്നതിനു വേണ്ടി ഇത്രയും കഠിനവ്രതമെടുക്കുന്ന നീ എന്തിനാ എന്നെ ഒഴിവാക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അത് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ ജഗന് മറ്റെന്തും. ചന്തു ഇപ്പൊ അവിടെ എന്ത് ചെയ്യുകയാവും? എന്നെ കാണാതെ പാവം ഒത്തിരി സങ്കടപ്പെടുന്നുണ്ടാവും. അല്ലെങ്കിൽ തന്നെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കാൻ ചന്ദ്രനോളം പോന്ന ഒരു പെണ്ണ് ഈ ഭൂമിയിലുണ്ടാവില്ല. ചന്ദ്രുവായിരിക്കും. ഇതേതോ പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ സാർ, ഞാൻ ബൈജു ആണ്, ഇൻഷുറൻസ് ഏജന്റ്. പുതിയ പോളിസിക്ക് ആണെങ്കിൽ ഇപ്പൊ നടക്കില്ല ബൈജു. സാർ, ഞാൻ പുതിയ പോളിസിക്കല്ല വിളിച്ചത്. ഇരുപത് കൊല്ലം മുമ്പ് എടുത്ത പോളിസി ഈ 14-ാം തീയതി മെച്ചൂർ ആവും. പോളിസി ഈ 14-നാണോ മെച്ചൂർ ആവുന്നത്? അതെ സാർ. പറഞ്ഞത് നന്നായി, ഞാൻ അറിഞ്ഞില്ല. ഡോക്യുമെന്റ്സ് ഒക്കെ സാർ എടുത്തു വെച്ചോ. 5 ലക്ഷം രൂപ ഈ വ്യാഴാഴ്ച തന്നെ കയ്യിൽ വാങ്ങാം. 5 ലക്ഷം രൂപ വ്യാഴാഴ്ച കിട്ടുമെന്നോ? 5 ലക്ഷം രൂപ. ഇത്രയും കാലം ആ പോളിസി മുടങ്ങാതെ അടയ്ക്കാൻ ബുദ്ധിമുട്ടിയെങ്കിലും ഇപ്പോ 5 ലക്ഷം രൂപ കയ്യിൽ കിട്ടുമെന്നറിഞ്ഞപ്പോ വല്ലാത്തൊരു ആശ്വാസവും സന്തോഷവും ഉണ്ട്. കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. നാളെ തന്നെ ഞാൻ ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് വന്ന് ബൈജുവിനെ കാണാം. ശരി സാർ. ശരി. ഈശ്വര, ചായ കുടിക്കും മോനെ. അല്ല, അമ്മയെ കാണാൻ വന്നിട്ട് നീ എന്തിനാ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? മീനാക്ഷി നിന്നെ തടഞ്ഞത് കൊണ്ടാണോ? പാവാ മീനാക്ഷി, ആളറിയാതെ പറ്റിപ്പോയതല്ലേ മോനെ. അത് മറന്നേക്ക്. മീനാക്ഷി ആരാണെന്നോ? പറയാം. സുചിത്രയുടെ അമ്മ ജഗതെ അറിയില്ലേ നിനക്ക്? വർഷയുടെ കല്യാണത്തിന് വന്നപ്പോ ജഗതയെ പരിചയപ്പെട്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ആ ജഗത ജോലിക്ക് നിൽക്കുന്നതേ തൊട്ടടുത്ത വീട്ടിലാ. ജഗതയെ സഹായിക്കാൻ നിൽക്കുന്ന പെങ്കൊച്ചാ മീനാക്ഷി. ജഗതയുടെ തണലില അവൾ ഇപ്പൊ കഴിയുന്നത്. സ്വന്തം എന്ന് പറയാൻ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരും ഇല്ല. ഒരു പാവം പെൺകുട്ടിയാ മീനാക്ഷി.
നിന്റെ ഈ വേഷവും ഡ്രസ്സിലെ ചെളിയും ഒക്കെ കണ്ടിട്ട് അവള് നിന്നെ പിച്ചക്കാരനാണെന്ന് കരുതിയിട്ടുണ്ടെങ്കിലേ അതിലൊരു തെറ്റും പറയാനില്ല. നീ എന്തിനാ മോളെ പേടിച്ചും പതുങ്ങി മാറി നിൽക്കുന്നേ? വിനു പാവാ. ജന്മന ഊമയായതുകൊണ്ട് പെട്ടെന്ന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ ഉന്തും തള്ളുമൊക്കെ വേണ്ടി വന്നത്. ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ആരും നോക്കാനും കാണാനും ഇല്ലാത്ത അവസ്ഥയിൽ മാധവേട്ടന് തെരുവിൽ നിന്ന് കിട്ടിയതാ ഇവനെ. അവകാശികളാരും വരാനില്ലെന്നായപ്പോ ഞങ്ങൾ ഇവനെ സ്വന്തം മോനായിട്ട് തന്നെ വളർത്തി. ഞങ്ങളുടെ മക്കളും സ്വന്തം സഹോദരനെ പോലെ തന്നെയാ ഇവനെ കരുതുന്നത്. പോയില്ലല്ലേ? നിന്നെ ഞാൻ ചൂരിന്ന് വിടറാ, ചൂരിന്ന് വിടറാ. എനിക്ക് കുറച്ച് പണികൾ ബാക്കിയുണ്ട്. പോട്ടെ അമ്മേ. അതെ, നിന്നെ ഭിക്ഷക്കാരനും കൊള്ളക്കാരനും ഒക്കെ ആയിട്ട് തെറ്റിദ്ധരിച്ചതിലേ മീനാക്ഷിക്ക് കുറ്റബോധവും നാണക്കേടും ഒക്കെ ഉണ്ട്. കണ്ടില്ലേ ഓടിപ്പോയി കളഞ്ഞത്? ഒരു തൊട്ടാവാടി പെണ്ണ. ഇവിടെ അമ്മയ്ക്ക് നല്ല സഹായമാ. കൊട്ടാ